ഞാൻ സ്വൈപ്പ് ചെയ്യണം അങ്ങനെ അങ്ങനെ മാറും. ആ ഇതെന്തത് കുടം കലം ഉണ്ട്, എന്തൊക്കെയോ ഉണ്ട്. കടലിലാണോ? ഏയാണത്? ഒന്നല്ല, അതൊക്കെ പഴയ കാലത്തെ ഫുട്ടേജുകളാവും ചിലപ്പോ. ഹായ് ദുബായ് ഫ്രെയിം ഫുള്ളി പ്രൊജക്ഷനാണ്. ഇത് ഫുള്ള് കാണണം, സിനിമ കാണണം. വേണ്ട. കോഫി ബീൻസ്, കോഫി ബീൻസ്, കോഫി ബീൻസാ അല്ലേ? അതെ, പഴയ കാലത്ത് എന്തോ പരിപാടികളാണ്. ചായ കാപ്പി എന്തേലൊക്കെ ആവും. അത് നെയ്യുന്ന്. പ്ലീസ് ഡോണ്ട് ടച്ച്, പ്ലീസ് ഡോണ്ട് ടച്ച് ആട്ടോ. അവിടെയൊക്കെ ശ്രദ്ധിച്ചോ. ഇതിന്റെ അകത്ത് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. അയ്യവ, ഇത് നമ്മളെ വീട്ടിലത്തെ ഇതാണ്. എന്താ ടൈലറിംഗ് മെഷീന്. പഴയ കാലത്ത് ഇവിടുത്തെ ട്രഡീഷൻസ് ഒക്കെ നമുക്ക് പറഞ്ഞുതരാൻ വേണ്ടിട്ട് ഇത് മദ്രസത്തെ ബുക്കാവും. ഇതിങ്ങൾക്ക് വോയിസ് ഓവർ കൊടുത്താൽ മതി. ഈ ദുബായ് ഫ്രെയിമിന്റെ വേണം. ഫർദ ഫാബ്രിക്സ്. ജനറൽ ട്രേഡ്. ഓ, ഇത് പഴയ കാലത്തെ ഷോപ്പാണ്, ഷോപ്പിന്റെ മോഡലാണ്. ഒരാള് നമ്മളോട് ഇങ്ങനെ സംസാരിക്കണ പോലെ അയാളെ കാണുമ്പോ കണ്ടാ മൂപ്പര് സ്വാഗതം ചെയ്യാം. മൂപ്പര് ഷോപ്പിക്ക് നമ്മൾ സ്വാഗതം ചെയ്യാം. അസ്സലാമു അലൈക്കും. മൂപ്പര് ഇതാ ടൈലർ ഇതാടെ വയ്ക്കുന്നു. ഇത് ടൈലറിംഗ് ഷോപ്പ്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് പഴയ കാലത്തെ കടകളുടെ മോഡലുകളാണ്. കണ്ട നൂല്, തുണികള് പണ്ട് ഇങ്ങനെ ആയിരുന്നു എന്നുള്ളത് കാണിക്കാൻ വേണ്ടിട്ട് ടൈലറിംഗ് ശരിക്കൊരു റിയാലിറ്റി. സ്പൈസസ് ഷോപ്പ്. മൂപ്പരുടെ നോട്ടം നോക്ക്. സൗണ്ട് ഒക്കെ വരുന്നുണ്ടല്ലോ അല്ലേ? മണിമണി സാധനങ്ങള് അളക്കില്ലേ? അപ്പൊ മൂപ്പര എടുക്കുന്നതിന്റെ സൗണ്ട് ആയിരിക്കും. എന്താ ക്രിയേറ്റിവിറ്റി, ഭയങ്കര ക്രിയേറ്റീവ് ആണ് ഇവരൊക്കെ. ഇവിടെ വെളിച്ചില്ലാത്തെന്താ? ഡോണ്ട് ടച്ച്. എന്തൊരു ഹാൻഡ് ക്രാഫ്റ്റിന്റെ അവിടെ വെളിച്ചില്ലാത്തൊന്നും കാണില്ല. നല്ല തിരക്കുണ്ട് കേട്ടോ അവിടെ. പഴയ ക്ലോക്ക് ടവറൊക്കെ വീഡിയോയില് സൂം ചെയ്യാൻ പറ്റില്ല. പഴയ ദുബായ്. പിന്നെ ഫോർട്ട് റാഷിദ്, ഓൾഡ് ദുബായിയുടെ ഒരു കാഴ്ചകളാണ് ശരിക്കും ഇവിടെ കൂടുതലായിട്ടുള്ളത്. ഏണി, ഡ്രമ്മ്, ചാക്ക്, പൊളിയാണ് പരിപാടി. ഇന്നത്തെ വീഡിയോ കുറച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ആയിരിക്കും പ്രാവശ്യത്തെ. കടല് മാത്രമാണ്. പക്ഷെ നോക്കിയ ഇതില് കളർ ഗ്രെയിൻസ് പോലെ ഇതാടി പ്രൊജക്ട് ചെയ്യുന്നല്ലേ. യൂണിഫോം ഷേക്സ് ആയതോ. ലിഫ്റ്റില് മേലെ കയറും. മേലെ കയറി കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് ബ്രിഡ്ജിന്റെ ഒരു നടത്തുണ്ട്. കഴിഞ്ഞ് കഴിഞ്ഞാല് കഴിഞ്ഞു. അത് എന്ന ഒരു വ്യൂ നല്ല രസമായിരുന്നു.
ചെറുതായിട്ടൊരു നെഞ്ഞു കാണൽ വരുന്നുണ്ട്. പേടിണ്ടാ? അമ്മോ ഏയ് നിനക്ക് പേടിണ്ടാ? എനിക്ക് പേടിയാവുണ്ട്. എന്തിനാ? ആൾക്കാരൊക്കെ നോക്കിണ്ടോ കുഞ്ഞു കുഞ്ഞേതായിട്ട് ആൾക്കാര്. അയ്യ ഇതിങ്ങനെ മാറി മാറി വരുന്നുണ്ട്. ഞാൻ ചേച്ചി എന്തിനാ ഇടയില് ഇത് ഫോട്ടോ വാങ്ങാനുള്ള ഒരു കാർഡൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ കുറെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഫോട്ടോ എടുത്തതിന് പൈസ കൊടുക്കേണ്ടി വരും എന്നാ തോന്നുന്നു. മെയിൻ ആയിട്ടുള്ള വ്യൂ ഇതാണ്. ഒരു ഭാഗത്ത് കൂടെ നോക്കിയാൽ നമുക്ക് ഓൾഡ് ദുബായ് കാണാം. ഇതാണ് ഓൾഡ് ദുബായ്. കൈ പിടിച്ചോളന്നോ? പേടിയാവുന്നുണ്ടാ? എനിക്കല്ല പേടിയുണ്ട്. ഞാൻ ഈ ഫൈനൽ ഡെസ്റ്റിനേഷൻ സിനിമ കാണാറുണ്ട്. എനിക്ക് ഭയങ്കര പേടിയാ ഇതിന്റെ മേലെ കൂടെ നടക്കാം. അയാളുടെ ഫോട്ടോയിൽ ഞാനും പെട്ടു തോന്നുന്നു. ഇത് ന്യൂ ദുബായ്. ബുർജ് ഖലീഫ കണ്ടില്ലേ? കുറച്ചുകൂടി ഡെവലപ്പാവുണ്ട് ഈ സൈഡൊക്കെ. ആണ് ദുബായ് ഫ്രെയിം. ദുബായ് ഫ്രെയിമിനുള്ളിൽ ഒരുപാട് പരിപാടികൾ നമുക്ക് വിചാരിക്കും, പക്ഷെ കുറച്ചാവും. ഒന്നുമില്ല. ആളെ പറ്റിച്ചു കൊള്ളാം. എന്തായാലും ഇവിടെ ഒരു പരിപാടി കൂടി ഉണ്ട്, സുവനീർ. ഇതില് 10 ദിർഹംസ് കൊടുത്തിട്ട് തിരിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ദുബായ് ഫ്രെയിമിന്റെ ഒരു സുവനീർ കിട്ടും. ഇതാണ് സുവനീർ ഉണ്ടാക്കാം. ഇവിടെ അങ്ങനെ കാണുന്നുണ്ട്. ഇതാണ് അത്. സോ ആദ്യം ഇതിന് പേ ചെയ്യണം തോന്നുന്നു. പേ ചെയ്യാനുള്ള പോർട്ടൽ ഇവിടെ ഉണ്ട്. സോ നിങ്ങൾ പേ ചെയ്താലോ? തിരിപ്പിച്ചോ നമുക്ക് വേണ്ട സുവനീർ നമ്മൾ ഇങ്ങനെ സെലക്ട് ചെയ്യാം. പോട്ടെ തിരിക്കണ്ടത്. ചൂസ്. നൗ ടാപ്പ്. अप्रूव्ड आहे. ശരി अगर बेटा अगर चालू से सेंड तिरके घुमाओ बस घुमा दो फास्ट पूरा घुमाओ അടിച്ചോ തിരിക്കെ मत रहना ये लॉक हो गया. ലോക്കായി തോന്നുന്നു. कंटिन्यू घुमाना है. आ गया. ये सोने का आता है. दिखाओ ना. हाँ दिखाओ मेरे को. ഐറ്റാണ് തിരിപ്പിക്കണം. അത് കിട്ടി. ഈ പകൽ തിരിപ്പിക്കാതെ 10 രൂപ കൊടുത്തിട്ട് ഏതൊരു ബംഗാളി തിരിപ്പിച്ച് അവര് കിട്ടിയത്. സാധനം കിട്ടിയത് നമ്മുടെ എക്സ്പീരിയൻസ് അല്ലേ. ഇവിടെ എടുത്ത ഫോട്ടോസ് നമുക്ക് ഇവിടെ കിട്ടാന് ഇവിടെ ഈ കൗണ്ടറിൽ അന്വേഷിച്ചാൽ കിട്ടും. മതി മുതലാക്കല് നിലത്ത് വീഴാണെന്ന് വെച്ചാൽ പിടിക്കാനൊന്നും പോലും ഇല്ല. അപ്പുറത്തൊക്കെ എന്തെങ്കിലും ഉണ്ട് പിടിക്കാം.
ഇത് പേടിയാ. പേടി എനിക്ക് കുറച്ച്, ഞാൻ ഹൈറ്റിന് പേടിയുള്ള ഹൈറ്റോഫോബിയ ഉള്ള മനുഷ്യനാണ് ഞാൻ. അതും ഒരു ഫോട്ടോ എടുത്തിട്ട് എടുക്കാം. എന്താ ആ ഭാഗത്ത് നെയ്സിന്റെ റൂം, ആ ബുർജ് ഖലീഫ അതിന്റെ താഴെ നെയ്സിന്റെ റൂം. So we are in future. ഇത് മാനിഫെസ്റ്റേഷൻസ് ആ. അതായത് നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ പഴയ ദുബായും ഇവിടുന്ന് എക്സിറ്റ് ആകുമ്പോൾ പുതിയ ദുബായും കാണിക്കുന്നത്. അതായത് ഫ്യൂച്ചർ ദുബായും പാസ്റ്റ് ദുബായാണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ ഫ്രെയിമിലും. ഓ നൈസ്, എന്തൊക്കെ ഇൻസ്റ്റലേഷൻസ് ഉണ്ടല്ലോ ഇവിടെ. Golden ratio, a special proportional number. ഗോൾഡൻ റേഷ്യോനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ദുബായ് ഫ്രെയിം ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് പറയുന്നത്. ഇവിടെ വന്നേ, ഇതുണ്ടാക്കുമ്പോ അതിന്റെ ബ്രിഡ്ജ് ലിഫ്റ്റ് ചെയ്ത് കയറ്റിയില്ല നോക്ക്. ആ ഒരു 2 പീസ് ഇങ്ങനെ അല്ലേ. കൺസ്ട്രക്ഷൻ നമ്മൾ സമ്മതിച്ചു കൊടുക്കണം. ദുബായ് ഫ്രെയിമിന് കിട്ടിയ അവാർഡ്സ് ആണിത്. ഓൾമോസ്റ്റ് നമ്മുടെ ടൂർ അവസാനിക്കാനായി. സോ നമ്മൾ എക്സിറ്റ് അടിക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. ക്യാമറാമാൻ ജോഹറിനോടൊപ്പം സൈൻ ഔട്ട് ചെയ്യുന്നത് ഐഷ. പറയും ബൈ. ബൈ ഗൈസ്. പക്ഷെ ഇത് വരാൻ പാടി. സോ ഇവിടെ സൂനിയർ ഷോപ്സ് ഉണ്ട്. ഇതിന് എത്ര? 31. മാഗ്നറ്റാ. മാഗ്നറ്റാ. വെയിലിലേക്ക് അയ്യോ. സോ ദുബായ് ഫ്രെയിം നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. വി ഓൾറെഡി എക്സിറ്റഡ് ഫ്രം നട്ടപ്പുറ വെയിലത്ത്. നൈസ്. എന്നുണ്ട് ചൂടുണ്ടാ വെയിലുണ്ടാ? നല്ല വെയിലാണ്. പറഞ്ഞാ മനസ്സിലാവുന്നുണ്ട്. आपका सनग्लास चाहिए? हाँ चाहिए चाहिए, दे दो. Oh my god. തണലേക്ക് എത്തിയപ്പോ എന്തൊരു സുഖം. പരിഷ്കാരി സൺഗ്ലാസ് ഒക്കെ വെച്ചിട്ടായിരുന്നു. അതെ, പരിഷ്കാരി വേഗം ഉണ്ടാവും. പോണ്ടിച്ചേരിയിൽ നിന്ന് വാങ്ങിയ അടിപൊളി ഗ്ലാസ്സാ, വരപ്പെട്ട്. ഏ കണ്ണാപ്പി, ഇതൊക്കെ വ്ളോഗ് ചെയ്തിട്ടോ ഞാന്. ഇല്ലട്ടോ ഇല്ലട്ടോ സൺഗ്ലാസ് ഉള്ള